ഹായ് ഓൾ, റവയും ഏത്തപ്പഴവും മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന, വേറെ പൊടികളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന സോഫ്റ്റായ ഉണ്ണിയപ്പമാണ് ഇന്നത്തെ റെസിപ്പി. അതിനുവേണ്ടി 1/2 കിലോ ശർക്കര ഉരുക്കി മാറ്റി വയ്ക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ബൗൾ റവ, വറുത്ത റവ ചേർത്ത് ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴം, പിന്നീട് ഉരുക്കി വെച്ച ശർക്കര നേരിയ ചൂടോടെ, അധികം തണുക്കരുത്, കുറച്ച് ചൂട് വേണം, ഇതിലേക്ക് ചേർത്ത് 2 ഏലക്ക, 1/4 സ്പൂൺ ജീരകം ഇവ ചേർത്ത് നന്നായി മയത്തിൽ അരച്ചെടുക്കണം. റവ നന്നായി ഒന്ന് അരയണം, അതുവരെ നമ്മൾ അരച്ച് മയത്തിൽ എടുക്കണം. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ചേർക്കണം. നെയ്യിൽ തന്നെ വറുക്കണം, അപ്പോഴാണ് നെയ്യുടെ സ്മെല്ലോട് കൂടിയുള്ള നല്ല ഉണ്ണിയപ്പം കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്തിളക്കി ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് കോരി ഒഴിച്ച് ഉണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, അടിച്ച് അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ചട്ടിയിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂട് കയറുമ്പോൾ ഉണ്ണിയപ്പം ചട്ടിയിൽ നിന്ന് വിടിയിച്ച് അനക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ണിയപ്പം നന്നായി വീർത്ത് വരാനും സോഫ്റ്റ് ആകാനും ഇങ്ങനെ ചെയ്ത് നല്ലതാണ്. ഇതൊക്കെ തന്നെ ചെയ്ത് കിട്ടിയ ഒരു ഐഡിയകളാണ്. ഒരു ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ ചട്ടിയിൽ നിന്ന് കിട്ടിയില്ല, അപ്പോൾ ഇങ്ങനെ അനക്കി കൊടുത്തപ്പോൾ നന്നായി വീർത്ത് നല്ല അടിപൊളിയായി ഉണ്ണിയപ്പം കിട്ടി. പിന്നീട് എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഉണ്ണിയപ്പം നന്നായി വീർത്ത് നല്ല സോഫ്റ്റായി അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. സോഡാപ്പൊടിയുടെ ആവശ്യമില്ല, റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തോന്നുമ്പോൾ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു പുറം വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് ഉണ്ണിയപ്പം എടുക്കാവുന്നതാണ്. ഇപ്പോൾ സോഫ്റ്റായ അടിപൊളി ടേസ്റ്റായ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.